നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. അന്ധവിശ്വാസത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി സർക്കാർ. 13 നമ്പർ കാർ ആർക്കും വേണ്ട. ഒഴിവാക്കിയത് കൂടിയാലോചന ഇല്ലാതെ. ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കാത്തതിൽ എ ഗ്രൂപ്പിന് കടുത്ത അതൃപ്തി. കണ്ണവത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച അപകടം. നടൻ ഇസ്മായിൽ ഉൾപ്പെടെ 2 പേർ മരിച്ചു. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ വർധന. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി കേന്ദ്ര സർക്കാർ. LDF കരുത്തോടെ കേരളത്തിൽ തിരിച്ചുവരുമെന്ന് പിണറായി വിജയൻ. ജാതിവാലുകൾ ചുമക്കാതെ കോൺഗ്രസ് ആകുന്നതാണ് നല്ലത്. സതീശിനെതിരെ ജിൻഡോ ജോൺ. സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചത് മതനിരപേക്ഷതയ്ക്ക് പോറലേൽപ്പിക്കുന്നത് CPIM. വിശദമായ വാർത്തകളിലേക്ക് പോകാം. സർക്കാർ 13 നമ്പർ കാർ ആർക്കും വേണ്ട. മന്ത്രിമാരുടെ കാർ തിരഞ്ഞെടുക്കുന്നതിൽ അന്ധവിശ്വാസത്തിന് പിന്നാലെ UDF സർക്കാർ. മന്ത്രിസഭയിലെ ആരും 13 നമ്പർ കാർ തിരഞ്ഞെടുത്തില്ല. 13 എന്ന അക്കം അശുഭസംഖ്യയെന്ന് വാദിച്ചാണ് കാർ വേണ്ടെന്ന് വെക്കുന്നത്. മുൻപും UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 13 നമ്പർ കാർ ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിൽ കൃഷിമന്ത്രിയായിരുന്ന P. പ്രസാദ് 13 നമ്പർ കാറാണ് ഉപയോഗിച്ചിരുന്നത്. ഒന്നാം പിണറായി സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക്കും ഈ കാർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ 2011 UDF സർക്കാരിൻ്റെ കാലത്ത് 13 നമ്പർ കാർ ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് 2006 VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബിയായിരുന്നു ഈ കാർ ഏറ്റെടുത്തത്. അന്ധവിശ്വാസത്തിന് പുറകെ UDF കടക്കുകയാണ്. ഒഴിവാക്കിയത് കൂടിയാലോചന ഇല്ലാതെ. ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കാഞ്ഞതിൽ എ ഗ്രൂപ്പിന് കടുത്ത അതൃപ്തി. പുതിയ UDF മന്ത്രിസഭയിൽ നിന്ന് ചാണ്ടി ഉമ്മനെ ഒഴിവാക്കിയതിൽ കോൺഗ്രസിലെ എ ഗ്രൂപ്പിനുള്ളിൽ കടുത്ത അതൃപ്തി പുകയുന്നു. യാതൊരുവിധ കൂടിയാലോചനകളും ഇല്ലാതെയാണ് ചാണ്ടി ഉമ്മനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് തടഞ്ഞതെന്നാണ് എ ഗ്രൂപ്പ് നേതാക്കളുടെ ആരോപണം. ചാണ്ടി ഉമ്മനെ ഒഴിവാക്കിയതിലുള്ള പ്രതിഷേധം എ ഗ്രൂപ്പ് നേതാക്കൾ ഇതിനോടകം തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ തങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പരസ്യ പ്രതികരണം നടത്തി പാർട്ടിയെ പ്രതിസന്ധിയിലേക്ക് ആക്കേണ്ടതില്ല എന്നാണ് ഗ്രൂപ്പിൻ്റെ തീരുമാനം. 1,00,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ചാണ്ടി ഉമ്മനെ മന്ത്രിസഭയിലെത്താൻ എല്ലാം യോഗ്യതയുണ്ടായിരുന്നുവെന്നാണ് എ ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉമ്മൻചാണ്ടിയുടെ പേരും ചിത്രവും ഉപയോഗിച്ച് വോട്ട് പിടിച്ച ശേഷം അദ്ദേഹത്തിന്റെ മകനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയത് ഉമ്മൻചാണ്ടിയോടുള്ള അവഹേളനമായാണ് ഗ്രൂപ്പ് നേതാക്കൾ കാണുന്നത്. കൂടാതെ ചാണ്ടി ഉമ്മന് ഓർത്തഡോക്സ് സഭയുടെ വലിയ പിന്തുണയുണ്ടായിരുന്നു എന്നതും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. സമയം താൻ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ശ്രമിച്ചിട്ടില്ലെന്നാണ് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കുന്നത്. ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത്തരമൊരു ആവശ്യം ഉയർന്നു വന്നതെന്നും ജനങ്ങൾ വെട്ടുന്ന വഴിയിലൂടെ സഞ്ചരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം അദ്ദേഹം മുതിർന്ന നേതാവ് AK ആന്റണിയെ സന്ദർശിച്ചിരുന്നു. വിഷയത്തിൽ പാർട്ടിക്കുള്ളിലെ പൊട്ടലും ചീറ്റലും പരിഹരിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ട് ഇടപെട്ടേക്കുമെന്നാണ് സൂചന. ഏതെങ്കിലും വിവാദത്തിന് പരാതി ഉണ്ടെങ്കിൽ അത് നേരിട്ട് കേട്ട് പരിഹരിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ രീതി. ലത്തീൻ സഭയുടെ പരാതികൾ കേൾക്കാൻ അദ്ദേഹം നേരിട്ട് പോയത് ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ചാണ്ടി ഉമ്മന്റെ കാര്യത്തിലും VD സതീശന്റെ ഭാഗത്ത് നിന്ന് സമാനമായ അനുനയ നീക്കങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് എ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഈ നീരസം പുറത്തു വരുന്നത്. വരും ദിവസങ്ങളിൽ പാർട്ടി മീറ്റിംഗുകളിലും ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടേക്കാം. നൃത്ത മത്സരം ആദ്യ ക്ലസ്റ്റർ മെയ് 30-31. മികച്ച ഡാൻസ് സ്കൂളിനും ഡാൻസ് അധ്യാപകർക്കും പുരസ്കാരം. ഹാപ്പിനെസ് ഫൗണ്ടേഷൻ, APJ അബ്ദുൽ കലാം ലൈബ്രറിയും വിവിധ സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവലിൻ്റെ നൃത്ത മത്സരം ആദ്യ ക്ലസ്റ്റർ മെയ് 30-31 തീയതികളിൽ നടക്കും. മത്സരത്തിൽ 10, 15, 16, 25, 25 മുകളിൽ പ്രായം എന്നീ കാറ്റഗറിയിലാണ് മത്സരം. സിംഗിൾ ഇനത്തിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം, കുച്ചിപ്പുടി, സിനിമാറ്റിക് ഡാൻസ് എന്നിവയിൽ മത്സരമുണ്ടാകും. ഗ്രൂപ്പിനത്തിൽ സംഘനൃത്തം, തിരുവാതിര, ഒപ്പന, നാടോടി നൃത്തം, കൈകൊട്ടിക്കളി, സിനിമാറ്റിക് ഡാൻസ് എന്നിവയിൽ മത്സരം ഉണ്ടാകും. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലെ മത്സരത്തിൽ കൂടുതൽ പേരുടെ വയസ്സ് ഏത് വിഭാഗത്തിലാണോ അതാണ് പരിഗണിക്കുക. ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള മത്സരം കഴിഞ്ഞ ശേഷം കൂടുതൽ പോയിന്റ് നേടുന്ന ടീമിന് 20,000 രൂപയും മൊമെന്റവും ഒന്നാം സമ്മാനം നൽകും. 2 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങൾ വിവിധ വിഭാഗങ്ങൾ നൽകും. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 944 73 72 316 എന്ന നമ്പറുകളിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കണ്ണൂർ കാൽടെക്സ് വലിയ വളപ്പുകാവ് റോഡിലുള്ള ഓഫീസിലും സ്വീകരിക്കും. മികച്ച ഡാൻസ് സ്കൂൾ, മികച്ച ഡാൻസ് അധ്യാപകർ എന്നിവർക്ക് പുരസ്കാരവും നൽകുന്നുണ്ട്. വിശദമായി തയ്യാറാക്കിയ അപേക്ഷകൾ ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. 10,000 രൂപയും പ്രശസ്തി പത്രവും മൊമെന്റവുമാണ് പുരസ്കാരം. 13 നമ്പർ കാർ ഭാഗ്യമില്ലെന്ന് പറയുന്നത് ലജ്ജാകരം. P. പ്രസാദ്. മന്ത്രിമാരുടെ കാർ തെരഞ്ഞെടുക്കുന്നതിൽ പോലും അന്ധവിശ്വാസം മുറുകെ പിടിക്കുന്ന UDF സർക്കാർ നിലപാട് ലജ്ജാവഹമാണെന്ന് മുൻ മന്ത്രി P. പ്രസാദ്.
2026-ലും 13 നമ്പർ ഭാഗ്യമില്ലാത്ത നമ്പറാണ് എന്ന് പറയുന്നത് അങ്ങേയറ്റം ലജ്ജാവഹമാണെന്നും നമ്പറിന്റെ പേരിൽ വണ്ടി ഒഴിവാക്കേണ്ട കാര്യമില്ലെന്നും പി പ്രസാദ് പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാർ കൃഷിമന്ത്രിയായിരുന്ന പി പ്രസാദ് 13 നമ്പർ കാറാണ് ഉപയോഗിച്ചിരുന്നത്. പുതിയ മന്ത്രിസഭയിലെ ആരും 13 നമ്പർ കാർ തിരഞ്ഞെടുത്തില്ല. 13 എന്ന അക്കം അശുഭസഖ്യ എന്ന് വാദിച്ചാണ് കാർ വേണ്ടെന്ന് വെക്കുന്നത്. മുൻപും UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 13 നമ്പർ കാർ ഒഴിവാക്കിയിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക്കും ഈ കാർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ 2011-ൽ UDF സർക്കാരിന്റെ കാലത്ത് 13 നമ്പർ കാർ ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് 2006-ൽ VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബിയായിരുന്നു ഈ കാർ ഏറ്റെടുത്തത്. കണ്ണവത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് അപകടം. നടൻ ഇസ്മായിൽ ഉൾപ്പെടെ മറ്റ് 2 പേർ മരിച്ചു. കണ്ണവത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് 2 പേർ മരിച്ചു. തൊള്ളിക്കളം കുടൽ എള്ളുക്കണ്ടി വീട്ടിൽ പുതുക്കുടി സജീഷ് എന്ന ബാബു 52, കണ്ണവം സ്വദേശി ഇസ്മായിൽ 52 എന്നിവരാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു. അത്ഭുതദ്വീപ് ഉൾപ്പെടെയുള്ള നിരവധി സിനിമകളിൽ ഇസ്മായിൽ അഭിനയിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് കണ്ണവത്താണ് അപകടം. മണത്തണയിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് പോകുന്ന കാറാണ് ഇരുവരെയും ഇടിച്ചു തെറിപ്പിച്ചത്. കണ്ണവം ഭാഗത്തേക്ക് റോഡരികിലൂടെ നടന്ന് പോകുകയായിരുന്നു ഇരുവരെയും. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു വർഗീസിൻ്റെ കാറാണ് ഇടിച്ചത്. ഇരുവരെയും ഇടിച്ച ശേഷം പോലീസിൻ്റെ ക്യാമറ പോസ്റ്റ് ഇടിച്ച് തകർത്താണ് കാർ നിന്നത്. ബാബു സംഭവ സ്ഥലത്തും ഇസ്മായിൽ ആശുപത്രിയിലുമാണ് മരിച്ചത്. കണ്ണവത്തെ പരേതരായ ആയുഷയുടെയും അബ്ദുറഹ്മാൻ്റെയും മകനാണ് ഇസ്മായിൽ. വാസുവിൻ്റെയും കമലയുടെയും മകനാണ് സജീഷ്. കണ്ണവം പോലീസ് സ്റ്റേഷന് മുൻവശം ടയർ കട നടത്തുകയാണ്. ഭാര്യ പ്രസീത, മക്കൾ അനു, സജീഷ് വിദ്യാർത്ഥി തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, ആരോമൽ വിദ്യാർത്ഥി ചിറ്റാരിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, സഹോദരങ്ങൾ ലിനീഷ് കുമാർ. കണ്ണൂർ ജനശതാബ്ദിക്ക് ഇനി ആലുവയിലും സ്റ്റോപ്പ്. തിരുവനന്തപുരം സെൻട്രൽ കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസിന് പരീക്ഷണ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച മുതൽ ആലുവയിൽ സ്റ്റോപ്പ് അനുവദിച്ചു. ഇത് സംബന്ധിച്ച് നോട്ടിഫിക്കേഷൻ ദക്ഷിണ റെയിൽവേ പുറത്തിറക്കി. കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാവിലെ 8:48-നും തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി 7:19-നും ആലുവയിലെത്തും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ട്രെയിൻ മാർഗം വരുന്നവർക്ക് അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ ആലുവയാണ്. ഇതോടെ നെടുമ്പാശ്ശേരിയിലേക്കുള്ള യാത്രക്കാർക്ക് കൊച്ചിയിലെ ട്രാഫിക് കടന്ന് ദീർഘദൂരം സഞ്ചരിച്ച് എയർപോർട്ടിലെത്തേണ്ട സാഹചര്യം ഇല്ലാതാകും. അതേസമയം കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസിന് നിലവിൽ ആലുവയിൽ സ്റ്റോപ്പുണ്ട്. ഈ ട്രെയിൻ ആലപ്പുഴ വഴിയാണ് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നത്. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ വർധന. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി കേന്ദ്ര സർക്കാർ. പെട്രോൾ ലിറ്ററിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് വർദ്ധിച്ചത്. ഒരാഴ്ചക്കിടെയുണ്ടായ ഇത് 2ാം തവണയാണ് കേന്ദ്രം ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. കൊച്ചിയിൽ പെട്രോളിന് 109 രൂപ 60 പൈസയും ഡീസലിന് 98 രൂപ 45 പൈസയുമാണ് നിലവിലെ വില. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപയുടെ വർധനമാണ് കഴിഞ്ഞ ദിവസം വരുത്തിയത്. പെട്രോൾ ഡീസൽ വിലയിൽ ലിറ്ററിന് 15 രൂപയുടെയെങ്കിലും വർധനമാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ താൽപ്പര്യപ്പെടുന്നത്. ഒറ്റയടിക്ക് വില കൂട്ടുന്നത് വലിയ ജനരോഷത്തിന് ഇടയാക്കുമെന്നതിനാൽ ഘട്ടം ഘട്ടമായി അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത്. LDF കരുത്തോടെ കേരളത്തിൽ തിരിച്ചു വരുമെന്ന് പിണറായി വിജയൻ. കൂടുതൽ ജനപിന്തുണയോടെ LDF കരുത്തോടെ കേരളത്തിൽ തിരിച്ചു വരുമെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ഇത്തരം ഒരുപാട് ഘട്ടങ്ങൾ തരണം ചെയ്തതാണ്. പരാജയം CPM-ൻ്റെയും LDF-ൻ്റെയോ അവസാനമായി ആരും കാണേണ്ടതില്ല. LDF കരുത്തോടെ തിരിച്ചു വരും. അതിനായി ചിട്ടയോടെ പ്രവർത്തനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണമാറ്റം വേണമെന്നാണ് ജനങ്ങൾ വിധി എഴുതിയത്. ജനവിധി പൂർണ്ണമായും അംഗീകരിക്കുന്നു. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുക എന്നതായിരുന്നു LDF സർക്കാരിന്റെ ലക്ഷ്യം. ആ വികസന പദ്ധതികൾക്ക് തുടർച്ച വേണം. തുടർ പ്രവർത്തനങ്ങൾ UDF സർക്കാർ നടപ്പാക്കണം. LDF ക്രിയാത്മക പ്രതിപക്ഷമായി ഉണ്ടാകും. നാടിന്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ അതിനെയെല്ലാം അതിശക്തമായി എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ വരെ ജീവിച്ച പോലെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് രാജ്യത്ത് മൊത്തത്തിൽ സംജാതമായിരിക്കുന്നത്. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ വലിയ തോതിൽ ദുസ്സഹമായി മാറുന്ന സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും രാജ്യത്തെ പൊതു സാഹചര്യമെടുത്താൽ അത്തരമൊരു സ്ഥിതി വിശേഷമാണ് നിലനിൽക്കുന്നതെന്നും ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിഗതികൾ വീടുകളിലെ അടുക്കളകളെ വരെ സാരമായി ബാധിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു.
നായനാർ അനുസ്മരണത്തിന്റെ ഭാഗമായി കല്യാശ്ശേരിയിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക രംഗത്ത് രാസവളങ്ങൾക്ക് വലിയ തോതിൽ വിലക്കയറ്റം അനുഭവിക്കുന്നു. ഇതെല്ലാം ലോക സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. കൃഷിക്കാരെ കൂടുതൽ ദ്രോഹിക്കുന്ന നടപടികൾക്കാണ് കേന്ദ്ര സർക്കാർ മുൻതൂക്കം നൽകുന്നതെന്നും പിണറായി പറഞ്ഞു. കല്യാശ്ശേരിയിൽ നടന്ന നായനാർ അനുസ്മരണത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ, പി കെ ശ്രീമതി, എം വി ജയരാജൻ, കെ കെ രാഗേഷ്, പി രാജീവ്, ടി വി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ പയ്യാമ്പലത്ത് നടന്ന അനുസ്മരണ പരിപാടിയിൽ ഇ പി ജയരാജൻ പുഷ്പചക്രം അർപ്പിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി, പി ജയരാജൻ, എം വി ജയരാജൻ, കെ കെ രാഗേഷ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. കണ്ണൂർ ജില്ലയിലാകെ വിവിധ കേന്ദ്രങ്ങളിൽ, ലോക്കൽ ബ്രാഞ്ച് കേന്ദ്രങ്ങളിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗാന്ധിമാലകൾ ചുമക്കാതെ കോൺഗ്രസ് ആകുന്നതാണ് നല്ലത്. സതീശനെതിരെ ജിൻഡോ ജോൺ. മുഖ്യമന്ത്രി വി ഡി സതീശനെ പരോക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ. ജാതിമാലകൾ ചുമക്കാതെ കോൺഗ്രസ് ആകുന്നതാണ് നല്ലതെന്ന് ജിൻഡോ ഫേസ്ബുക്കിൽ കുറിച്ചു. തേക്കുംകാട്ടിൽ ജോൺ റോമൻ കത്തലിക് ജിൻഡോ എന്നല്ല ജിൻഡോ ജോൺ, അത് മതി, അങ്ങനെ അറിയപ്പെട്ടാൽ മതി, അതല്ലേ അതിന്റെ ഒരു ബ്യൂട്ടി. പഞ്ച് ഇത്രയും കുറഞ്ഞാലും ജാതിമാലകൾ ചുമക്കാതെ കോൺഗ്രസ് ആകുന്നതാണ് കുറെ കൂടി ഇൻക്ലൂസീവ്. എന്റെ രാഷ്ട്രീയം എന്റെ ബോധ്യങ്ങൾ കൂടിയാണ്. ഒരല്പം ലെഫ്റ്റായ ഒരു കോൺഗ്രസ് ബോധ്യം ജിൻഡോ ജോൺ കുറിച്ചു. വി ഡി സതീശൻ ജാതിപ്പേര് ഉപയോഗിച്ച് സത്യപ്രതിജ്ഞ ചെയ്തത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ജിൻഡോ ജോണിന്റെ പ്രതികരണം. പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത്. ജിൻഡോ ജോൺ മുഖ്യമന്ത്രിയെ ട്രോളിയെന്നാണ് നിരവധി പേർ കുറിച്ചത്. വി ഡി സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ച് RSS വിധേയത്വം കാട്ടിയതിനെയും വിമർശനം ഉയർന്നിരുന്നു. വന്ദേമാതരത്തിലെ വിവാദങ്ങൾക്ക് ഇടയാക്കിയ ഭാഗം ഉൾപ്പെടെയാണ് ചടങ്ങിൽ ആലപിച്ചത്. ഔദ്യോഗികമായി പൊതുവെ അംഗീകരിക്കും ആലപിക്കുകയും ചെയ്യുന്നത് വന്ദേമാതരത്തിന്റെ ആദ്യ ഇരടികളാണ്. തുടർന്നു വരുന്ന ചില ഭാഗങ്ങൾക്കെതിരെയാണ് വിമർശനം നിലനിൽക്കുന്നത്. അതുൾപ്പെടെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആലപിച്ചത്. പ്രൊഫസർ എ സുധാകരൻ പുരസ്കാരം KR മീരയ്ക്ക്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി, ബാലസംഘ രക്ഷാധികാരി, AKGCT സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന പ്രൊഫസർ എ സുധാകരന്റെ സ്മരണയ്ക്കായി പുരോഗമന കലാസാഹിത്യ സംഘം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റുമായ KR മീര അർഹയായി. 10,000 രൂപയും പ്രശസ്തി പത്രവും ചിത്രകാരൻ കാരയ്ക്ക മണ്ഡപം വിജയകുമാർ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. അശോകൻ ചെരുവിൽ, R പാർവതിദേവി, R ഗിരീഷ് കുമാർ, C വരാഹം മുരളി, പുഗാസ ജില്ലാ സെക്രട്ടറി S രാഹുൽ എന്നിവരടങ്ങുന്ന സമിതിയാണ് അവാർഡ് നിർണയിച്ചത്. സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചത് മതനിരപേക്ഷതയ്ക്ക് പോറലേൽപ്പിക്കുന്നത് CPIM. സംസ്ഥാന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേമാതര ഗാനം പൂർണ്ണമായും അവതരിപ്പിച്ചത് തെറ്റായ നടപടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. വന്ദേമാതര ഗാനത്തിന്റെ എല്ലാ ഭാഗങ്ങളും അവതരിപ്പിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിന് യോജിച്ചതല്ലെന്ന് നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ് പ്രവർത്തക സമിതി തന്നെയാണ്. 1937 ഒക്ടോബർ 30 നടന്ന പ്രവർത്തക സമിതി ഔദ്യോഗിക പ്രമേയത്തിന്റെ ഭാഗമായാണ് ഇവ വെട്ടിമാറ്റിയത്. ഇത്തരത്തിൽ മാറ്റിയ ഭാഗങ്ങൾ ഉൾപ്പെടെയാണ് ഇവിടെ അവതരിപ്പിച്ചത്. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1937 കോൺഗ്രസ് പ്രവർത്തക സമിതി തീരുമാനിച്ച വന്ദേമാതര ഗാനത്തിന്റെ ആദ്യത്തെ 8 വരി മാത്രമേ ദേശീയ ഗീതമായി അവതരിപ്പിക്കാൻ പാടുള്ളൂവെന്ന് വ്യക്തമാക്കിയതുമാണ്. വന്ദേമാതര ഗാനത്തിന്റെ ചില ഭാഗങ്ങൾ ഒരു പ്രത്യേക മതത്തിന്റെ മാത്രം വിശ്വാസങ്ങളെ അവതരിപ്പിക്കുന്നതാണ്. അത് ദേശീയ ഗീതമായി സ്വീകരിക്കുന്നത് ബഹുസ്വര സമൂഹത്തിന് അനുയോജ്യമല്ലെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു മാറ്റമുണ്ടായത്. ഇതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായി അവതരിപ്പിച്ചത്. ബംഗാളിൽ BJP അധികാരത്തിൽ വന്നിട്ടും സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇത്തരമൊരു ഗാനം ആലപിച്ചിരുന്നില്ല എന്ന് കാണണം. അവിടെ പോലും അവതരിപ്പിക്കാത്ത ഗാനമാണ് ഇപ്പോൾ കേരളത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ബഹുസ്വര സമൂഹത്തെ ദുർബലപ്പെടുത്തുന്ന ഇടയാക്കുന്ന യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല. വർഗീയമായി ജനങ്ങളെ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ സജീവമാകുന്ന ഘട്ടത്തിൽ മതനിരപേക്ഷതയ്ക്ക് പോറലേൽപ്പിക്കുന്ന ഒരു നടപടിയും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ലെന്നും CPM പ്രസ്താവനയിൽ പറഞ്ഞു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.